ഞങ്ങൾ 2-3 ആഴ്ച മുന്നേ ഹൈലൈറ്റിൽ പോയ വീഡിയോ ആണ്. ഞങ്ങൾ അവിടെ പോയ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് മലപ്പുറം പോയതായിരുന്നു. മലപ്പുറം താനൂർ. അപ്പോൾ പോകുന്ന വഴിക്ക് ഹൈലൈറ്റിൽ കയറിയതിനു. അപ്പോൾ മോനക്കൊരു മോയ്സ്ചറൈസർ വാങ്ങേണ്ടതുണ്ടായിരുന്നു. മാമാർത്തിൽ കയറിയിട്ട് അത് വാങ്ങി. അതേപോലെ ഇബാദി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെർഫ്യൂം നല്ല സ്മെല്ലാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് അതും വാങ്ങിച്ചു. എനിക്ക് സാധാരണ പെർഫ്യൂമുകളെ മണമൊന്നും പറ്റൂല. പക്ഷേ ഇബാദിൻ്റെ ഒരു പെറ്റൽ പരേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ലാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രശ്നമൊന്നുമില്ല, നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അതങ്ങ് വാങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അവിടുന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് പുരയിലേക്ക് തന്നെ പോകുന്നു. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുന്നത് ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഓരോ ദിവസത്തേത് എടുത്ത് വെച്ചാൽ. കേരള ഫുഡ് സ്റ്റോറി എന്ന് കണ്ടപ്പോൾ അത് കയറി. പിന്നെ അത് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ തൊട്ടടുത്തുള്ള ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് പോവാം. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ അങ്ങ് നടന്നു. പിന്നെ അധികം വെയിലൊന്നുമില്ല, കുറേ മരങ്ങളൊക്കെ സൈഡിലുള്ളതുകൊണ്ട് വെയിലില്ല. വല്ല പാമ്പോ എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടായാലേ ഉള്ളൂ. കാരണം അണലിമുക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ കുറേ അണലി, വലിയ അണലിയും അതിൻ്റെ കുട്ടികളെയൊക്കെ തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞാണ്. അതിനുശേഷം ഇവിടെ ഫുള്ള് അണലികളെ കാണലാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പോണ വഴിക്ക് ഒരു അമ്പലമുണ്ട്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളാണ് ഇതൊക്കെ. മോള് ടാറ്റ കൊടുത്തീനി, എന്നിട്ട് തന്നില്ല. കുഞ്ഞോളെ നോക്കീനോ? ഓന് നോക്കി ചിരിച്ചില്ലേ? ഓന് എല്ലാവരും ഇടയിൽ മടിയായിട്ടാട്ടോ. ഇങ്ങനെ ചിരിച്ചില്ല എന്നെ കണ്ടിട്ട്. ഉറക്കെ പറ, കേൾക്കില്ല. എന്നെ നോക്കി ചിരിച്ചിടും ടാറ്റ തന്നെ കണ്ടിട്ട്. ഓനല്ലേ ഇങ്ങനെ ഇങ്ങനെ നോക്കി ചിരിച്ച്. പിന്നെ എനിക്ക് മുത്തം തന്നിണല്ലോ. അത് മാത്രമേ കിട്ടിയുള്ളൂ. ഒന്നും കൂടെ തരട്ടോ. എന്താ ടാറ്റ തരാൻ ചോദിക്കണേ.